നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. LBSൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിൽ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആണ് ഓൾമോസ്റ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും വന്നിരിക്കുന്നത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് LBSൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ BSc നേഴ്സിംഗ് കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഏതെങ്കിലും ഒരു കോളേജ് നമ്മൾ മുൻപേ ഉള്ള വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന സെയിം കോളേജ് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിലെത്ര വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു എന്നുള്ളത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേനും സെയിം തന്നെയാണ് ഓൾമോസ്റ്റ് വരുന്നത്. നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം. സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴത്തേനും വിദ്യാർത്ഥികളുടെ പേര്, അത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ വന്നിട്ടുണ്ട്. അവർക്ക് എത്ര റാങ്ക് വന്നിരിക്കുന്നത് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കോളേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ തന്നെ എല്ലാം പരിശോധിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പം എത്ര സീറ്റ് ഫില്ലായി, അതിലെത്ര പേരൊക്കെ അലോട്ടഡ് ആയി, സ്റ്റേറ്റ് മെറിറ്റ് ആണോ അല്ലെങ്കിൽ അവർക്ക് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണോ കിട്ടിയിരിക്കുന്നത്, അതിൻ്റെ റാങ്ക് എത്രയാണ്, ഇതെല്ലാം പരിശോധിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കുവാണെങ്കിൽ കോട്ടയത്തുള്ള നഴ്സിംഗ് കോളേജ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് ഫില്ലായേക്കണ ഒരു കോളേജാണ്. ആ കോളേജിൽ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിലേക്കാളും കുറച്ച് സീറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് നെക്സ്റ്റ് കോഴ്സായിട്ടുള്ള MLT കോഴ്സ് നമ്മൾ പരിശോധിക്കുമ്പം അതിലെത്ര സീറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ BASLP ആ കോഴ്സിലേക്ക് എത്ര പേര് അലോട്ടായിട്ടുണ്ട്, പാരാമെഡിക്കൽ സ്ട്രീമുകളിൽ എത്ര പേർക്ക് കിട്ടിയിട്ടുള്ളത് അവന് വേണ്ടി തന്നെ പരിശോധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് LBSൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇനി എന്താണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ജോയിനിങ് ഫോർമാലിറ്റീസ് ചെയ്യുക, ഫീസ് അടയ്ക്കുക, പിന്നെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം. ഇതൊക്കെ തന്നെയാണ് ഫോർമാലിറ്റീസ് വരുന്നത്. എന്തെങ്കിലും സംശയമോ മറ്റ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിരുത്സാഹപ്പെടേണ്ട ആവശ്യമില്ല. മെറിറ്റ് അഡ്മിഷനിൽ സീറ്റ് അഡ്മിഷൻ കിട്ടാനുള്ള ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്